ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് കംപ്ലീറ്റ് ഒരു സാമ്പത്തിക കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് പാൻ കാർഡിൻ്റെ പാൻ 2.0 എന്നൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചിരുന്നു. അപ്പം എന്താണ് പാൻ കാർഡ്? ഈ പാൻ 2.0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? ഇനി നമ്മൾ എല്ലാവരും ഈ പാൻ 2.0 അല്ലെങ്കിൽ പുതിയൊരു പാൻ കാർഡ് വന്നാൽ നമ്മൾ അതിനു വേണ്ടി ഓടണമല്ലോ. ഇനി അതിനു വേണ്ടി ഓടി അപേക്ഷിക്കേണ്ടതുണ്ടോ? അക്ഷയ സെൻറ്ററുകളിലോ മറ്റ് NBFCകളിലോ ബാങ്കുകളിലോ പോയി ക്യൂ നിൽക്കേണ്ടതുണ്ടോ? ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്കുള്ളത്? ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ പാൻ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് നമ്മൾ ഇലക്ഷൻ ID, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് പോലുള്ള ID പ്രൂഫ് ആൻഡ് അഡ്രസ് പ്രൂഫുകൾ നമ്മൾ ഓരോ പർപ്പസിനായിട്ടാണ് എടുക്കുന്നതെങ്കിലും നമ്മളത് ID ആയിട്ടും അഡ്രസ്സായിട്ടും നമ്മൾ എല്ലായിടത്തും നൽകുന്നുണ്ടല്ലേ. എന്നാൽ ഈ പാൻ കാർഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും സാമ്പത്തിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിലും ലോൺ എടുക്കാനാണെങ്കിലും അതും അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ, അതായത് സ്ഥലം വാങ്ങുക വിൽക്കുക പോലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനാണെങ്കിലും അതും അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ക്യാഷ് തരാനുണ്ട്, അത് നമുക്ക് അക്കൗണ്ട് വഴി വരുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ പാൻ കാർഡ് പോലുള്ള സംവിധാനങ്ങൾ ബാങ്കുകാർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഇത് പൂർണ്ണമായും ഇൻകം ടാക്സ് ബേസിൽ നടത്തുന്ന ഒരു ID പ്രൂഫാണ്, അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ടാണ് ഇത് ഈ പാൻ കാർഡ് കണക്കാക്കുന്നത്. പാൻ കാർഡ് അഥവാ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നതാണ് ഈ പാനിൻ്റെ പൂർണ്ണരൂപം. 10 ആൽഫ ന്യൂമറിക് ഡിജിറ്റൽ അഥവാ സെക്യൂരിറ്റി കോഡുകൾ അടങ്ങിയ ഒരു കാർഡാണ് ഈ പാൻ കാർഡ്. ഇത് ID പ്രൂഫായിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നുള്ളെങ്കിലും പൂർണ്ണമായും ഇൻകം ടാക്സ് ആവശ്യങ്ങൾക്ക് നികുതിദായകർക്കുള്ളതായിട്ടാണ് ഈ പാൻ കാർഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പാൻ കാർഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പൂർണ്ണമായും നികുതിദായകർക്ക് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ പാൻ കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പം പാൻ 2.0 എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പൂർണ്ണമായും അല്ലെങ്കിൽ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ ഇനി പാൻ കാർഡ് മോസ്റ്റ് മോഡേൺ ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് സാമ്പത്തിക കാര്യം, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് ഈ പാൻ 2.0 എന്നൊരു പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി പാൻ 2.0 എന്ന പദ്ധതി വഴി QR കോഡൊക്കെ ആയിട്ട് പൂർണ്ണമായും ഡിജിറ്റൽ അല്ലെങ്കിൽ മോഡേൺ ആവാനായിട്ടാണ് പാൻ 2.0 തയ്യാറായി വന്നിരിക്കുന്നത്. നികുതിദായകരുടെ രജിസ്ട്രേഷൻ, വേരിഫിക്കേഷൻ, കോർ, നോൺ കോർ, പാൻ, ടാൻ പോലുള്ള സേവനങ്ങളെല്ലാം പൂർണ്ണമായും ഡിജിറ്റലാക്കുക അഥവാ കടലാസ് രഹിതമാക്കുന്ന ഒരു പദ്ധതിയാണ് പാൻ 2.0. ഇനി എന്തൊക്കെയാണ് പാൻ 2.0യുടെ സവിശേഷതകൾ എന്ന് നോക്കാം. നൂതന സാങ്കേതിക വിദ്യയിലേക്കുള്ള അപ്ഗ്രേഡിംഗ്, QR കോഡുള്ള കാർഡുകൾ അതിവേഗ ഡാറ്റ ആക്സസും സ്ഥിരീകരണവും നൽകുന്നു. ഏകീകൃത പോർട്ടലിലൂടെ ആയതിനാൽ ഉപയോക്താക്കളുടെ അക്കൗണ്ട് വിവരങ്ങൾ അതിവേഗവും ലളിതവുമായി ലഭ്യമാകുന്നു. മികച്ച സുരക്ഷ, ഡിജിറ്റൽ രൂപത്തിലുള്ളതിനാൽ പരിസ്ഥിതി സൗഹൃദം, കടലാസ് രഹിതമായതിനാൽ പരിസ്ഥിതി സൗഹൃദം, ചിലവ് കുറവ്, ഇതെല്ലാമാണ് പാൻ 2.0ൻ്റെ സവിശേഷതകൾ. ഇനി നിലവിലെ പാൻ കാർഡ് ഉടമകൾക്ക് ഡിജിറ്റൽ പാൻ കാർഡിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അതിവേഗം സേവനം ലഭ്യമാകുന്നു. കൃത്യമായതും പിശകില്ലാത്തതുമായ വിവരങ്ങൾ ലഭ്യമാവുന്നു. നിലവിലെ പാൻ കാർഡ് ഉടമകൾക്ക് ഡിജിറ്റൽ പാൻ കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പ്രത്യേക അപേക്ഷ നൽകുകയോ അല്ലെങ്കിൽ ചിലവോ ആവശ്യമില്ല. പരാതി പരിഹാരത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ള സേവനങ്ങളാണ് പുതുതായി ലഭ്യമാവുന്നത്. പരിസ്ഥിതി സൗഹൃദവും സുരക്ഷയുള്ളതും അതിവേഗം ഉപയോഗിക്കാവുന്നതും QR കോഡ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതുമായ പാൻ, ടാൻ സർവീസുകൾ ഉടൻ തന്നെ എല്ലാ പാൻ കാർഡ് ഉടമകൾക്കും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും പാൻ കാർഡ് ഉള്ളവരാണല്ലേ. രാജ്യത്തെ 78 കോടി ജനങ്ങൾക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഒഫീഷ്യൽ കണക്ക്. അഥവാ രാജ്യത്തെ ജനസംഖ്യയിലെ 98% ആളുകളും പാൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെന്നതാണ് കണക്ക്.
അങ്ങനെയെങ്കിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന പാൻ കാർഡ് ഇനി വാലിഡ് ആണോ അല്ലെങ്കിൽ സാധുവാണോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ നിലവിലെ പാൻ കാർഡ് സാധു തന്നെയാണ്. ഇനി നമുക്ക് ഡിജിറ്റൽ രൂപത്തിലുള്ള പാൻ കാർഡിനായി നമ്മൾ സെപ്പറേറ്റ് അപേക്ഷിക്കേണ്ടതില്ലെന്നും അത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ബൈ പോസ്റ്റ് നമ്മുടെ വീടുകളിലേക്ക് തന്നെ എത്തിക്കും. അതായത് പുതിയ പാൻ കാർഡ് ഡിജിറ്റൽ രൂപത്തിലുള്ളത് നമ്മളിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത്. അതിന് എത്ര കാലമെടുക്കുമെന്നോ എത്ര നാളുകൊണ്ടാണ് ഇത് ഈ സംവിധാനങ്ങളെല്ലാം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുക അല്ലെങ്കിൽ പൂർത്തിയാവുക എന്നതിനെക്കുറിച്ച് ഒരു ഒഫീഷ്യൽ വിവരം അദ്ദേഹം നൽകിയിട്ടില്ല. അതിൻ്റെ കാലാവധി നൽകിയിട്ടില്ല. അതുകൂടാതെ 1435 കോടി രൂപയാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലേക്ക് പുതിയ മോസ്റ്റ് മോഡേൺ ആക്കുന്നതിനായിട്ട് പാൻ കാർഡ് മോസ്റ്റ് മോഡേൺ ആക്കുന്നതിനായിട്ട് നീക്കി വച്ചിരിക്കുന്ന തുക. അപ്പം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ പാൻ കാർഡുകളെല്ലാം ഡിജിറ്റൽ രൂപത്തിലായിട്ടുള്ള മാറാനും അതെല്ലാം നമുക്ക് അതിൻ്റെ സേവനങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അനുഭവിക്കാനും നമുക്ക് സാധ്യതയുണ്ടാവട്ടെ അല്ലെങ്കിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഫാമിലിയിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം എത്തിച്ചു നൽകുക. അതുപോലെ മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി ഇനിയും വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.